നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് 1 2 3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ -1 -2 -3 എക്സെട്ര. ഇനി ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പറയും, ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സും സെയിം സൈൻ ആണെങ്കിൽ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, അതായത് 1 + 3 രണ്ടും പോസിറ്റീവ് അല്ലേ, രണ്ടിനും പ്ലസ് ഇത് വരുന്നത്, 1ഉം പ്ലസ് ആണ് 3ഉം പ്ലസ് ആണ്. അപ്പോൾ 1 + 3 സിംപ്ലി നമുക്ക് 4 എന്ന് പറയാൻ പറ്റും. ഇനി രണ്ട് നമ്പേഴ്സും മൈനസ് ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും നോക്കാണ്ട് 1ഉം 3ഉം ആഡ് ചെയ്തിട്ട് ആ പോസിറ്റീവ് തന്നെ ആൻസർ വരും. ഇനിയിപ്പോൾ രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ നെഗറ്റീവിൽ വരും, രണ്ടും ആഡ് ചെയ്യുക, ഇവിടെയും ആഡ് ചെയ്യുക, ഇവിടെയും ആഡ് ചെയ്യുക. എന്നിട്ട് ഏതാണോ രണ്ടിൻ്റെയും സൈന് അതായിരിക്കും ആൻസർ വരിക. -1ഉം -3ഉം വരുന്നതുകൊണ്ട് 1ഉം 3ഉം 4, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. കോമൺ സൈൻ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. ഈ പ്ലസിൻ്റെ കേസിൽ അതാ വരിക കേട്ടോ. സെയിം സൈന് വരുന്ന അഡിഷൻ്റെ കേസിൽ രണ്ടും ഇങ്ങനെ വരിക. ഒരേ സൈനാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ആൻസർ, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ചിഹ്നം നോക്കാണ്ട്, സൈന് നോക്കാണ്ട് ആഡ് ചെയ്തിട്ട് സൈന് ഇട്ട് കൊടുക്കുക ആൻസറിൽ. ഇനി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വരുന്ന കേസ്, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും വരുന്ന കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവാണ് 7, -7 + 5. അപ്പോൾ നമ്മൾ സൈന് നോക്കാണ്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാം. ഇവിടെ നമ്മൾ ആഡാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈന് വരുമ്പോൾ നമ്മൾ പിന്നെ സബ്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. 7 - 5 എന്ന് പറയുമ്പോൾ 2 വരും. എന്നിട്ട് ഏതാണോ വലുത് അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, -2. ഇനി ഇവിടെയും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. 12 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, -3 എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാം, കുറക്കുക. 12 നിന്ന് 3 കുറച്ചാൽ 9 വരും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം, വലുതിൻ്റെ സൈൻ ഏതാണോ അതിട്ട് കൊടുക്കുക. 12ൻ്റെ സൈൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആൻസർ പ്ലസ് വരും. അതായത് ഓപ്പോസിറ്റ് സൈനുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ സൈന് നോക്കാണ്ട് രണ്ടും തമ്മിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ റൂൾ എന്താണ്, അഡിഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് സെയിം സൈൻ ആണെങ്കിൽ സൈന് നോക്കാണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആൻസറിൽ ഏതാണോ ക്വസ്റ്റ്യനിലുള്ള സൈന് അതിടുക. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ റൂള്, സൈന് നോക്കാതെ നമ്പേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ആൻസറിൽ വലുതിൻ്റെ സൈൻ ഇടണം. ഓക്കെ, അഡീഷൻ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ സെയിം സൈനുള്ളതും ഓപ്പോസിറ്റ് സൈനുള്ളത് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് പഠിച്ചത്. ഇനി സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ സെയിം സൈൻ ആയാലും ഓപ്പോസിറ്റ് സൈൻ ആയാലും സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ ആ സബ്സ്ട്രാക്ഷനിലുള്ള ക്വസ്റ്റ്യനെ നമ്മൾ അഡീഷനിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ ഇവിടെ പഠിച്ച റൂൾ പ്രകാരം ചെയ്യാം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ -4 -3 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അഡിഷനിലോട്ട് മാറ്റിയിട്ട് ഈ റൂള്, അഡിഷൻ്റെ റൂൾ ഇതല്ലേ, അപ്പോൾ അഡിഷനിലോട്ട് മാറ്റണം. അതായത് -4 രണ്ട് നെഗറ്റീവ് ഒപ്പരം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകും, അപ്പോൾ 3 വരും. അപ്പോൾ -4 + 3 എന്ന് പറയുമ്പോൾ ഒന്ന് നെഗറ്റീവാണ് ഒന്ന് പോസിറ്റീവാണ്, മൈനസും പ്ലസും വന്ന്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് കാണാം. 4 - 3 എന്ന് പറയുമ്പോൾ 1 വരും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം, വലുതിൻ്റെ സൈന് മൈനസ് വരും. അപ്പോൾ ആൻസർ ഈസ് -1. ഓക്കെ, ഇനിയിപ്പോൾ -6 -3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെയും നമ്മൾ എഡിഷനിലോട്ട് മാറ്റണം. അതായത് -6 + -3. ഇവിടെ ഒരു പ്ലസ് എക്സ്ട്രാ വന്നെന്ന് കരുതിയാലും ഒന്നും പ്രശ്നം വരുന്നില്ല. അതായത് രണ്ട് നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആകുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് മൈനസാണ് വരിക. ഒരു പോസിറ്റീവും ഒരു മൈനസും വരുമ്പോൾ മൈനസിനാ പവർ, അപ്പോൾ മൈനസാണ് വരിക. അപ്പോൾ മൈനസിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു പ്ലസ് എക്സ്ട്രാ ഇട്ട് കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് അഡീഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ -6 + -3 എന്ന് വരും. അപ്പോൾ രണ്ടിനും സെയിം സൈന് വരും. അപ്പോൾ നമ്മൾ സൈന് നോക്കാണ്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. റൂൾ നമ്പർ 1, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 9 വരും. എന്നിട്ട് ഏതാണോ സൈൻ അതിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഏത് സബ്സ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിനെ ഫസ്റ്റ് അഡിഷനിലോട്ട് മാറ്റുക. അഡിഷനിലോട്ട് മാറ്റിയിട്ട് ഏത് സെയിം സൈൻ ആണെങ്കിൽ ഫസ്റ്റ് റൂള്, ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സെക്കൻഡ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ.
അഡിഷനും പറഞ്ഞ് സബ്സ്ട്രാക്ഷനും പറഞ്ഞ് സെയിം സൈൻ ഉള്ളതും പറഞ്ഞ് ഓപ്പോസിറ്റ് സൈൻ ഉള്ളതും പറഞ്ഞ്. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് പറയാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെത് പോസിറ്റീവ് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരും, നെഗറ്റീവ് നമ്പേഴ്സും വരുമ്പോൾ പോസിറ്റീവ് വരും. അതിന് ഇത് 8 തന്നിട്ടുണ്ട്. ദ റൂള് പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരും, നെഗറ്റീവ് രണ്ടും പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആൻസർ വരും, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആൻസർ വരും. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, അത് ആദ്യം വന്നാലും രണ്ടാമത് വന്നാലും ആൻസർ ഈസ് നെഗറ്റീവ് ആയിരിക്കും. അത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, 5 × 4 എന്ന് പറഞ്ഞാൽ 20. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസറും പോസിറ്റീവ്. ഇനി -5 × 4 ആണെങ്കിൽ നമ്മൾ സെയിം നമ്പേഴ്സ് വെച്ചിട്ട് പറയുകയാണ് എക്സാമ്പിൾ. അപ്പോൾ -5 - 4 ആണെങ്കിൽ 20 തന്നെ, പക്ഷേങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ആൻസർ. ഇനി 5 × -4 ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? -20 തന്നെ, കാരണം പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അപ്പോൾ നെഗറ്റീവ് തന്നെ. ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആൻസർ ഷുഡ് ബി ഇൻ നെഗറ്റീവ്. ഇനി നമ്മൾ രണ്ടും മൈനസ് ആണെങ്കിലും ആൻസർ ഈസ് പോസിറ്റീവ്. ഓക്കെ, സെയിം മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം ഈ സാധനം തന്നെയാണ് വരിക. ഈ സാധനം തന്നെ ഈ ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് ഇത് വരും, ഹരിക്കൽ വരും, സെയിം സാധനം. ഓക്കെ, എക്സാമ്പിൾ വരിക. ഇപ്പോൾ 20 / 4 രണ്ടും പോസിറ്റീവാണ്, അപ്പോൾ ആൻസർ ഷുഡ് ബി ഇൻ പോസിറ്റീവ്. ഇനി 20 / -4 ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആൻസർ ഷുഡ് ബി ഇൻ നെഗറ്റീവ്. ഇനി ഫസ്റ്റത്തത് നെഗറ്റീവും സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവും ആണെങ്കിൽ അതും ആൻസർ ഈസ് നെഗറ്റീവ്. ഇനി 20 നെഗറ്റീവാണ്, 4 നെഗറ്റീവാണ്, അപ്പോൾ ആൻസർ ഷുഡ് ബി ഇൻ പോസിറ്റീവ്. ഓക്കെ, ഈ റൂള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതും കിട്ടും. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ? ഫ്രാക്ഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ പോലെ നമ്മൾ പഠിച്ചത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സം x/y. അങ്ങനെ ഈ ടേമിൽ ഈ ഒരു ഫോമിലുള്ള നമ്പേഴ്സാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. x/y, അതായത് ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ 4/5 ഇതൊരു ഫ്രാക്ഷനാണ്, 8/3 ഇതൊരു ഫ്രാക്ഷനാണ്, 2/6 ഇതൊരു ഫ്രാക്ഷനാണ്. അങ്ങനെ ഈ ഒരു ഫോമിൽ ഉള്ളത് ആണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷന് നമുക്ക് സെയിം നമ്പേഴ്സ് ഉണ്ട്. ന്യൂമറേറ്റർ എന്നാണ് ഈ മേലത്തതിന് പറയുക, ഡിനോമിനേറ്റർ എന്നാണ് താഴത്തേനെ പറയുക. അപ്പോൾ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല, ഡിവൈഡ് ചെയ്താലും നമുക്കൊരു പ്രശ്നമില്ല. അതായത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. അതായത് 4/5 നമ്മൾ ന്യൂമറേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 8/10 വരും. അപ്പോൾ ഈ 4/5 8/10 സെയിം ആയിരിക്കും, സെയിം വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ. നമ്മൾ ഫ്രാക്ഷൻ പറഞ്ഞു, അപ്പോൾ അതിന് അഡീഷൻ പറഞ്ഞു. ഇവിടെ നമ്മൾ നമ്പേഴ്സ് പറഞ്ഞു, അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പറഞ്ഞു. അതേപോലെ നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ഡിസ്കസ് ചെയ്യാൻ പോയി. അപ്പോൾ ഫ്രാക്ഷനെ കുറിച്ച് പറഞ്ഞ് ഈ ഫോമുല ഉണ്ടാവുക, അതിൻ്റെ അഡീഷനെ കുറിച്ച് പറയുന്നത്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 3/4 + 2/4 ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഷുഡ് ബി സെയിം. രണ്ട് നമ്പേഴ്സ് അഡിഷൻ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. രണ്ട് ഫ്രാക്ഷൻ്റെത് ആഡ് ചെയ്യാനാണെങ്കിൽ രണ്ടിൻ്റെയും സെയിം ഡിനോമിനേറ്റർ ആയിരിക്കണം. അപ്പോൾ ആൻസറിലും സെയിം ഡിനോമിനേറ്റർ വരികയും ചെയ്യും. അത് നമ്മൾ വേഗം 4 ആഡ് ചെയ്യാൻ പാടില്ല, 8 ആവാൻ പാടില്ല. നമ്മൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്തിട്ട് 3 + 2 5. അപ്പോൾ ആൻസർ ഈസ് 5/4. ഓക്കെ, അതേപോലെ വേറൊരു എക്സാമ്പിൾ -4/3 + -8/3. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ആൻസറിലും ഡിനോമിനേറ്റർ സെയിം വരും. -4 ഇനി മേലത്തെ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യണം. -4 + -8 നമ്മൾ ഫസ്റ്റ് പഠിച്ച റൂളല്ലേ, സെയിം സൈനാണ്, രണ്ടും മൈനസ് ആണ്, ആഡ് ചെയ്യാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. 4 + 8 എന്ന് പറയുമ്പോൾ 12 വരിക, മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഫ്രാക്ഷൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് സൈന് വന്നപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്ത്.
ഇനി വേറൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ -4/6 പ്ലസ് 8/6. ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. സെയിം ഡിനോമിനേറ്റർ കൊടുക്കുക. എന്നിട്ട് -4 + 8 അല്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് സൈനാണ് വരുന്നത്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് -4ഉം +8ഉം. അപ്പോൾ സൈന് നോക്കാണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. 8 - 4 എന്ന് പറയുമ്പോൾ 4 വരും, വലുതിൻ്റെ സൈന് 4 വരും, പോസിറ്റീവ് വരും, അപ്പോൾ 4. ഓക്കെ, ഇനി നമ്മൾ അഡിഷൻ പഠിച്ചു. ഇനി സബ്സ്ട്രാക്ഷൻ പഠിക്കാൻ പോണ്. സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ. ഓക്കെ, സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 3/4 - 2/4 ആണെങ്കിൽ നമ്മളതിനെ നേരത്തെ സബ്സ്ട്രാക്ഷൻ അഡിഷൻ ആക്കിയ പോലെ തന്നെ ഇവിടെയും അഡിഷൻ ആക്കുക. അല്ലെങ്കിൽ നേരെ ചെയ്യാൻ പറ്റുമെങ്കിൽ നേരെ ചെയ്യുക. അപ്പോൾ ആൻസർ 4 ആയിരിക്കും. 3 - 2 എന്ന് പറഞ്ഞാൽ 3 + -2 അല്ലേ. ഇവിടെ ഒരു പ്ലസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. 3 + -2 എന്ന് പറയുമ്പോൾ 2 വരും. 3 - 2 എന്നിട്ട് വലുതിൻ്റെ പോസിറ്റീവാണ് 2. ഇനി അത് ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഈ അഡിഷനും സബ്സ്ട്രാക്ഷനിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം പറഞ്ഞില്ലേ. അപ്പോൾ അഥവാ നമുക്ക് ഡിനോമിനേറ്റർ സെയിം തന്നിട്ടില്ലെങ്കിലോ, നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 3/4 ആൻഡ് 5/3. ഇതിൽ എന്താ പ്രശ്നം? ഈ ക്വസ്റ്റ്യനിൽ എന്താ പ്രശ്നം? ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം ആക്കണം എന്ന് പറയുമ്പോൾ ഈ 4 × 3 ചെയ്യുന്നത് നമ്മൾ 4 × 3 എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിലെ മൊത്തത്തിലേക്ക് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 12 വരും. 12. അപ്പോൾ 12 വരുമ്പോൾ നമുക്ക് എന്താക്കും? ഇവിടെ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് താഴെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അതിനെ കൊണ്ട് തന്നെ മേലെ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ 3നെ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 വരും. 3 × 3 എന്ന് വരും, 9 വരും. പ്ലസ് ഇവിടെ നമ്മൾ 12 ആക്കുമ്പോൾ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 ആക്കിയത്. അപ്പോൾ ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 4 5 × 4. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 3 × 3 9/12 പ്ലസ് 5 × 4 20/12. അപ്പോൾ ആൻസർ നമുക്ക് വേഗം കിട്ടും, കാരണം ഡിനോമിനേറ്റർ സെയിം ആയില്ലേ. സെയിം ആവുമ്പോൾ എന്ത് ചെയ്യും? 12 തന്നെ വരും. 9 + 20 29. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ സെയിം ആക്കാനുള്ളത് ഈ താഴത്തത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതാണോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വന്നില്ലേ. ഇനി അതിൻ്റെ വേറൊരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ലെവലിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? 4 × 3 ആക്കി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടി. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3/4 പ്ലസ് 5/3. ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ഈ 3നെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താവും? 3 × 3. ഇവിടെ പ്ലസ് അല്ല ഉള്ളത് നമുക്ക്. അപ്പോൾ പ്ലസ് 4 × 5. 4 × 5 ഡിനോമിനേറ്ററിൽ ഈ 4 × 3 12. അതായത് 3 × 3 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 4 × 5 എന്ന് പറഞ്ഞാൽ 20/12. 12. അപ്പോൾ 9 + 20 എന്ന് പറയുമ്പോൾ 29 വരും. ഡിനോമിനേറ്ററിൽ 12. സെയിം ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3/5 പ്ലസ് 4/3. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം അല്ല, അപ്പോൾ നമ്മൾ സെയിം ആക്കണം. അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു റൂള് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 3 × 3 പ്ലസ് 5 × 4 by 5 × 3. 5 × 3. അപ്പോൾ എന്ത് വരിക? 9 + 20/15. അപ്പോൾ 9 + 20 എന്ന് പറയുമ്പോൾ 29/15. ആൻസർ ഈസ് ദിസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിവൈഡഡ് ബൈ താഴത്തെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായില്ലേ? ദിസ് ഇൻറ്റു ദിസ്, ദിസ് ഇൻറ്റു ദിസ് ബൈ ദിസ് ഇൻറ്റു ദിസ്. ഓക്കെ, ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം. ഇത് എന്തായാലും കാണാം. എന്നിട്ട് നമ്മൾ വായിച്ചു നോക്കൂലേ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടി കണ്ടിട്ട് ഓക്കെ ആണോ എന്ന് പറയാം കേട്ടോ.